പേട്രിയറ്റ്. നമ്മൾ വർഷങ്ങളായിട്ട് ലാലേട്ടനും മമ്മൂക്കിയും വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് അഭിനയിച്ചിരിക്കുകയാണ്. അതുതന്നെയാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ കാണാൻ വേണ്ടി തോന്നിയത്. പക്ഷേ സിനിമ അതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനുള്ള മമ്മൂട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ കമലഹാസൻ രജനീനെ വെച്ചിട്ടൊരു പ്രൊമോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, യാർ ഹീറോ എന്ന് ചോദിച്ചിട്ട്. അത് കണ്ടായിരുന്നു എന്ന് ചോദിച്ചു. പറഞ്ഞു ഇതിൽ അങ്ങനെയല്ല, ഇതിൽ കഥയാണ് ഹീറോ. ആക്ച്വലി ഞാൻ പറയുകയാണെങ്കിൽ ആ ഒരു വാക്ക് കടമെടുത്തുകൊണ്ട് തന്നെ പറയുന്നത് ഇതൊരു സ്റ്റോറി ഓറിയന്റഡ് ഫിലിമാണ്. നമ്മൾ ജയിലറിൽ രജനീകാന്തിനെ രക്ഷിക്കാൻ വരുന്ന ലാലേട്ടനല്ല, അത്രയ്ക്ക് അങ്ങനെയല്ല. ഇതൊരു നല്ലൊരു സ്റ്റോറി ഓറിയന്റഡ് ആയി പോകുന്ന ഒരു സിനിമയിൽ രണ്ട് കഥാപാത്രങ്ങളാണ് മമ്മൂക്കിയും ലാലേട്ടനും. അങ്ങനെയാണ് ഈ സിനിമ കാണേണ്ടത്. മഹേഷ് നാരായണന്റെ എഴുത്ത് നല്ലതായിരുന്നു, അത്യാവശ്യം നല്ല സ്റ്റോറി തന്നെയായിരുന്നു. അതായത് ഇപ്പോൾ നമ്മുടെ ഫോണുകൾ ഉപയോഗിക്കുന്ന ആപ്പുകളും കാര്യങ്ങളും നമ്മുടെ ലൈഫ്, നമ്മുടെ പ്രൈവസി അടക്കം ചോർത്തിയെടുക്കുന്ന ഒരു തരത്തിലാണ് ചില ആപ്പ് നമ്മുടെ ഫോണിലാണെങ്കിലും കമ്പ്യൂട്ടറിലാണെങ്കിലും സിസ്റ്റത്തിലാണെങ്കിലും കിടക്കുന്നത്. സോ അതിനെക്കുറിച്ച് ഒരു ഗവൺമെന്റ് അപ്രൂവ്ഡ് ആപ്പ് വിത്ത് ഒരു പൊളിറ്റീഷ്യനുമായി ലിങ്ക് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ പേഴ്സണൽ തിങ്സ് എടുത്ത് അതിനെ മിസ്യൂസ് ചെയ്യുക, നമുക്ക് ദോഷം ഉണ്ടാകുന്ന തരത്തിലൊക്കെ ചെയ്യുക. ഇത് കണ്ടെത്തുന്ന നായകനും അത് റിപ്പോർട്ട് ചെയ്യാൻ നടക്കുന്ന നായകൻ, അത് ഹെൽപ്പ് ചെയ്യാൻ വരുന്ന കുറച്ച് ആളുകൾ, അങ്ങനെ പോകുന്ന ഒരു സിനിമയാണ് പാട്രിയറ്റ്. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് അതാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞ പോലെ. മമ്മൂട്ടി ലാലേട്ടനൊക്കെ ഒരുമിച്ച് വരികയല്ലേ, കാണാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഒരു മേക്കിംഗ് ക്വാളിറ്റിയാണ്. നമ്മളൊരു മലയാള സിനിമയിലേക്കാളും പ്രതീക്ഷിക്കുന്ന അപ്പുറത്തെ ഒരു ക്വാളിറ്റി മേക്കിംഗ് ഈ സിനിമയ്ക്കകത്തുണ്ട്. എനിക്ക് അത് അനുഭവപ്പെട്ടു. കാരണം ഒരു അത്യാവശ്യം നല്ലൊരു വലിയ കഥ തന്നെയാണ്, ഒരു ഹെവി ആയിട്ടുള്ള ഒരു ഐറ്റം. അതിനെ ഗംഭീരമായിട്ട് തന്നെ മേക്ക് ചെയ്തിട്ടുണ്ട്. കാരണം അത്രയും സ്റ്റൈലിഷ് ആയിട്ടുണ്ട്. സുഷിൻ ഷാന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കിട്ടില്ലായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര നീറ്റ് ആൻഡ് സ്റ്റൈലിഷ് ആയിരുന്നു, അല്ലാതെ ഒരു ഭയങ്കര ഒന്നുമല്ല. വളരെ ഒരു ഹോളിവുഡ് ടച്ചൊക്കെ എന്ന് പറയുന്ന പോലെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതൊരു കംപ്ലീറ്റ്ലി മമ്മൂക്ക മൂവിയാണ്. ലാലേട്ടൻ ഫാൻസ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ ഹെവി ഐറ്റം ഒന്നും അല്ല. ലൈക്ക് നരസിംഹത്തിൽ മമ്മൂക്ക വരുന്ന പോലെയോ അങ്ങനെ ഒന്നുമല്ല. ഞാൻ പറഞ്ഞില്ല ആദ്യം തന്നെ, ഒരു ക്യാരക്ടേഴ്സ് ഡ്രിവൺ അല്ലെങ്കിൽ ഒരു സ്റ്റോറി ഡ്രിവൺ സിനിമയാണ് പാട്രിയറ്റ്. ഇതിലേക്ക് ഉപവാണെങ്കിലും ഫഫയാണെങ്കിലും എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഈക്വൽ ആയിട്ട് സ്പേസ് കൊടുത്തിട്ട്, പക്ഷെ ത്രൂ ഔട്ട് ഇത് മമ്മൂക്കയാണ് ഈ സിനിമ കൊണ്ടുപോകുന്നത്. ആൻഡ് ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ തന്നെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു സംഭവത്തിനെ കുറിച്ചും ആ സംഭവങ്ങളൊക്കെ എന്തൊക്കെയാണെന്നൊരു ബിൽഡ് ചെയ്ത് വന്നതിന് ശേഷം നിർത്തുന്ന ഒരു ഫസ്റ്റ് ഹാഫ് കിള്ളനായിരുന്നു. അതിലൊരു ഫൈറ്റ് സീക്വൻസ് എടുത്ത് പറയേണ്ടതാണ്, കിള്ളൻ ഫൈറ്റ് സീക്വൻസ് ആയിരുന്നു. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ പിന്നീട് ചില സ്ഥലത്തിൽ ഭയങ്കര ഡ്രാഗ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു നീളക്കൂടുതൽ അല്ലെങ്കിൽ ദൈർഘ്യത്തിൽ കൂടുതലാണ്. 3 മണിക്കൂർ വേണ്ടായിരുന്നു. കുറേ സ്ഥലങ്ങൾ ട്രിം ചെയ്യായിരുന്നു. നമുക്കൊരു ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ഒരു വലിച്ചു നീട്ടുന്ന പോലെ ഒരു ഫീൽ ഉണ്ട്. അതാണ് എനിക്കിതിൽ തോന്നുന്നത്. അല്ലാതെ ഈ സിനിമ അത്യാവശ്യം നല്ലൊരു മൂവിയാണ്, എനിക്ക് പേഴ്സണലി വർക്കായി. അങ്ങനെ ഹെവി ഐറ്റം ഒന്നുമല്ല. നമുക്ക് ഈ ലാലേട്ടനെയും കാണാം, കുറച്ച് നല്ല മൊമെന്റ്സ് കിട്ടും. ആൻഡ് ഇതിൽ കൂടുതൽ ഇമോഷൻസ് വർക്കൗട്ട് ചെയ്യാനാണ് നോക്കിയിട്ടുള്ളത്. അവർ തമ്മിലുള്ള ആ ഒരു ഇമോഷൻ, അല്ലാതെ ആ ഒരു അവസ്ഥ വരുമ്പോൾ രണ്ടിനും ഹെൽപ്പ് ചെയ്യുന്നുള്ള ഒരു ഇമോഷനും കാര്യങ്ങളാണ് വർക്ക് ചെയ്തിട്ടുണ്ട്. ബിയോണ്ട് മാസ് അല്ല, ഒരു ക്ലാസി ആയിട്ടുള്ള ഒരു ടച്ച് ചെയ്യാനാണ് നോക്കിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സാധനം മാത്രമേ ഇവിടെ കാണാൻ പറ്റുള്ളൂ. അപ്പം അത് മനസ്സിൽ വെച്ചിട്ട് വേണം പോകാൻ. ആൻഡ് ഒരു ടിപ്പിക്കൽ മഹേഷ് നാരായണൻ പടമാണ്. ടേക്ക് ഓഫും മാലിക്കും അങ്ങനത്തെ സിനിമകൾ പോലെ തന്നെ ഒരു സിനിമയാണ്. അതിൻ്റെതായിട്ടൊരു മേക്കിങ്ങിലും കുറച്ച് പുള്ളി ഇരുന്ന പടങ്ങൾ നമുക്കറിയാം, കുറച്ച് സ്ലോ പേസ് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഇതിലും അങ്ങനെ തന്നെയാണ്. പിന്നെ ഫസ്റ്റ് ഫാസ്റ്റിന് അടിപൊളിയായിരുന്നു. ആ റോള് പുള്ളി നന്നായി തന്നെ ചെയ്തു. കുഞ്ചാക്കോനും കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഇതിൽ കുറേ സ്റ്റാർ കാസ്റ്റ്, നല്ല വലിയ സ്റ്റാർ കാസ്റ്റ് സിനിമയ്ക്കകത്തുണ്ട്. അത് ഞാൻ പറഞ്ഞത്, അതും കാണുമ്പോൾ ഒരു രസമുണ്ട്. മേക്കിംഗ് ക്വാളിറ്റി നല്ല രസമുണ്ട്. സുഷിൻ ഷ്യാമിൻ്റെ കുറേ സ്ഥലത്ത് കിടിലനായിട്ടുള്ള സാധനങ്ങളുണ്ട്. ഫൈറ്റ് സീക്വൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. മമ്മൂക്കയുടെ ആണെങ്കിലും ലാലേട്ടൻ വരുന്ന കുറച്ച് ഫൈറ്റ് സീക്വൻസ് ഇങ്ങനെ അടിപൊളിയായിരുന്നു. പക്ഷെ കൂടുതലും അവരെ ഫോക്കസ് ചെയ്യാത്ത പോലത്തെ ഒരു ഷോട്ട്സ് ഒക്കെയാണ് കണ്ടത്. അതെന്താ പർപ്പസ്ഫുള്ളി ചെയ്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് എല്ലാ ഷോട്ടും അങ്ങനെ ആയിരുന്നു. കൂടുതലും അധികം ഫൈറ്റ് ചെയ്യുന്ന ആളെ ഫോക്കസ് ചെയ്യാത്ത രീതിയിലുള്ളൊരു ഫൈറ്റ് സീക്വൻസുകളാണ് കൂടുതലും ഞാൻ കണ്ടത്. ഇതൊക്കെയാണ് ഈ സിനിമയെ കുറിച്ച് പറയാനുള്ളത്. എന്തായാലും മമ്മൂക്കി ലാലേട്ടൻ അഭിനയിച്ചത് കാണുമ്പോൾ തന്നെ ഒരു സുഖമുണ്ട്. അപ്പം ആ സുഖത്തിന് വേണ്ടി പോയി കാണുക. അത് അത്യാവശ്യം നല്ല കൊള്ളാവുന്ന പടമാണ്. ഓവർ എക്സ്പെക്റ്റേഷൻ ഒന്നും വേണ്ട. ഇതൊരു മമ്മൂക്ക പറഞ്ഞ പോലെ ഒരു കഥാപാത്രങ്ങൾ കഥ കൊണ്ടുപോകുന്ന ഒരു സിനിമയാണ്. നല്ല കഥയാണ്, പോയി കാണുക. ഇതാണ് എനിക്ക് ഈ പേഴ്സണലി എൻ്റെ ഒരു ഇത്. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറയാം. ചിലർക്കൊന്നും വർക്കായിട്ടില്ല തോന്നുന്നുണ്ട്. എനിക്ക് അത്രയ്ക്ക് മോശം സിനിമയായിട്ടൊന്നും തോന്നിയില്ല. ഒരു നല്ല സിനിമയാണ്, കണ്ടു.